ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ IUQM 2021 ചോദിച്ചിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവണമെന്നില്ല. സോ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് സിഗ്മ കെ ഈക്വൽ ടു 1 to n ആഡ് ചെയ്യാൻ പോവാണ്. 2k + 1/k² + k ഹോൾ സ്ക്വയർ 0.9. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്താണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു സിഗ്മ വെച്ചിട്ട് ആഡ് ചെയ്ത് പോകുന്ന നമ്പർ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം വിചാരിക്കുക, ഇത് ഫുൾ ആഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി ഇവിടെ നമ്മൾ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒരു k+1 സംഭവം ഒരു kൻ്റെ സംഭവം ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്ത് പോകാൻ വളരെ സിമ്പിളായി. സോ ഞാനിവിടെ കാര്യം ചെയ്യാൻ പോവാണ്. ഈ ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സംഭവം 2k + 1/k² + k ഹോൾ സ്ക്വയർ. ഇതിന് ഞാൻ കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുക്കാൻ പോവാം. സോ ഞാൻ ഇതുപോലെ 2k + 1 ഈ k² + k ഇല്ലേ, അതിന് ഞാൻ k അങ്ങ് പുറത്തെടുത്തു. അപ്പോൾ k ഇൻറ്റു എന്താകും k+1 ആകും. ഓക്കെ, ഇനി ആ സ്ക്വയറിൽ രണ്ടുപേർക്കും അത് ഞാൻ രണ്ടുപേർക്കും കൊടുക്കുന്നു. k² ഇൻറ്റു k+1 ആവും. ഇനി മേലുള്ള 2k + 1 ഉണ്ട്. ഞാൻ അവിടെ കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ ഫ്രണ്ടിലൊരു k² അങ്ങ് ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അതേ k² അങ്ങ് മൈനസ് ചെയ്യാം. ഓക്കെ, താഴെ അതേമാതിരി ഒരു k² ഇൻറ്റു k+1 ഹോൾ സ്ക്വയർ അതുപോലെ തന്നെ ഉണ്ട്. സോ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും k+1 k² + 2k + 1 എന്നുള്ളത് എന്തായിരിക്കും? k+1 - k² ഡിവൈഡഡ് ബൈ k² ഇൻറ്റു k+1. ഇനി എന്താ ചെയ്യാൻ? നമുക്ക് നേരെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? k+1 ഹോൾ സ്ക്വയറും k+1 ഹോൾ സ്ക്വയറും കട്ടായി പോവും. ബാക്കി ഇവിടെ ഒരു k² വരും. 1/k² മൈനസ് k² കട്ടായി പോവും. താഴെ വരാൻ പോകുന്നത് 1/k+1 ഹോൾ സ്ക്വയർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ മാറ്റി. അപ്പോൾ ഇതിന് ഇനി എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ k ഈക്വൽ ടു 1 to n എന്തായിരിക്കും? 2k + 1/k² + k ഹോൾ സ്ക്വയർ. അതിന് മൊത്തത്തിൽ നമുക്ക് 1/k² - 1/k+1 ഹോൾ സ്ക്വയർ എന്ന്. അതായത് ഇതിനെ ഇനി ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? kക്ക് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ kൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. kക്ക് 1 കൊടുക്കുകയാണെങ്കിൽ 1/1² - 1/2². k+1 തന്നെ 2 ആയിരിക്കും. ഇനി kക്ക് 2 കൊടുക്കുകയാണെങ്കിൽ പ്ലസ് ഇതെല്ലാം സം ചെയ്ത് പോവാണ്. 1/2² - 1/3². ഇനി kക്ക് 4 കൊടുക്കുകയാണെങ്കിൽ kക്ക് 3 കൊടുക്കുകയാണെങ്കിൽ 1/3² - 1/4². അങ്ങനെ കൊടുത്തുപോയി. ലാസ്റ്റ് kക്ക് n-1 കൊടുക്കുകയാണെങ്കിൽ 1/n-1 ഹോൾ സ്ക്വയർ - 1/n² എന്ന് വരും. ഇനി അടുത്ത kക്ക് n കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? +1/n² - 1/n+1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ സൂക്ഷിച്ച് നോക്കുക. ഈ ടേംസ് നമുക്ക് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതും കട്ട് ചെയ്ത് കളയാം. ഇതും കട്ട് ചെയ്ത് കളയാം. ഇതും പിന്നെ ഇതിന് തൊട്ട് മുന്നിലുള്ള ടേമും കട്ട് ചെയ്ത് കളയാം. ഇവിടെയാണെങ്കിൽ ഇതും ഇതിന് തൊട്ട് മുന്നത്തെ ടേമും കട്ടായി പോവും. ഈ 1/n² ഈ 1/n² കട്ടായി പോവും. ലാസ്റ്റ് ഇവിടെ ആൻസറിൽ വരാൻ പോകുന്നത് ഫസ്റ്റത്തെ ടേം ഉണ്ടാവും 1/1², അതായത് 1 മൈനസ് ഈ ലാസ്റ്റത്തെ ടേം ഉണ്ടാവും 1/n+1 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യുന്നത്? 0.99 നമ്മൾ. ഓക്കെ, ഇനി കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 1/n+1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 - 0.9999 എന്ന് വരും. അതായത് 0.0001 ആയിരിക്കും. അപ്പോൾ നമുക്ക് n+1 എന്ത് എഴുതാൻ പറ്റും? n+1 ഹോൾ സ്ക്വയർ 1/0.0001 എന്ന് എഴുതാൻ പറ്റും. അതായത് നമുക്ക് കിട്ടുന്നത് 10. അതായത് n+1 ഈസ് ഈക്വൽ ടു √10,000 നമുക്ക് 100 എന്ന് കിട്ടും. n+1 ഈക്വൽ ടു 100 ആണെങ്കിൽ നമുക്കറിയാം എൻ്റെ വാല്യൂ എന്തായിരിക്കും? 100 - 1 90. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ആകെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സംഭവം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇതിനെങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയാൽ, അതായത് ഒരു ടേം മൈനസ് k+1 ടേം ഉള്ള രീതിയിൽ എഴുതാൻ പറ്റിയാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്ത് പോയാലാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എനിക്ക് 99 ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ. നമുക്ക്